നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണെന്ന വിജയുടെ പരാമർശത്തിന് മറുപടിയുമായി മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. പണം അവിടെ തന്നെയുണ്ടെന്നും ജനങ്ങൾക്ക് അത് നൽകാനുള്ള മനസ്സും ഭരിക്കാനുള്ള കഴിവുമാണ് വേണ്ടതെന്ന് സ്റ്റാലിൻ മുഖ്യമന്ത്രിക്ക് മറുപടിയായി നൽകി. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. ഫെബ്രുവരിയിലെ ബജറ്റിൽ തമിഴ്നാടിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് വ്യക്തമാക്കിയതാണെന്നും കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ സംസ്ഥാനം കടമെടുത്തിട്ടുള്ളൂ എന്നും സ്റ്റാലിൻ പറഞ്ഞു. കള്ളം പറഞ്ഞ് വോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിക്കരുതെന്നും സ്റ്റാലിൻ വിമർശിച്ചു. എം.കെ. സ്റ്റാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അധികാരമേൽക്കുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട വാഗ്ദാനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ സർക്കാരിൽ പണമില്ലെന്നും പറയരുത്. അതെല്ലാം അവിടെ തന്നെയുണ്ട്. അത് ജനങ്ങൾക്കായി ചെലവാക്കാനുള്ള മനസ്സും ഭരണമികവുമാണ് വേണ്ടത്. 5 വർഷമായി ഞങ്ങൾ ജനങ്ങൾക്കായി നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനിടെ കോവിഡ്, പ്രളയം, BJP സർക്കാരിൽ നിന്നുള്ള പ്രതിസന്ധി എന്നിവയെല്ലാം ഉണ്ടായി. ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ 10 ലക്ഷം കോടിയുടെ കടം വരുത്തി ഖജനാവ് കൊള്ളയടിച്ചു എന്ന ആരോപണം കണ്ടു. കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ സംസ്ഥാനം കടമെടുത്തിട്ടുള്ളൂ. ഫെബ്രുവരിയിലെ അവസാന ബജറ്റിൽ സർക്കാരിലെ പണം സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. അതറിയില്ലേ? നിങ്ങൾ അത് കഴിഞ്ഞും കുറേ വാഗ്ദാനങ്ങൾ നടത്തിയല്ലോ. നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളെ വഞ്ചിക്കുകയോ അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയോ ചെയ്യാതിരിക്കുക. പ്രാക്ടിക്കലായി നടപ്പിലാക്കാനാകുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്നാണല്ലോ അധികാരം നേടിയപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞത്. ഞങ്ങളെപ്പോലെ തന്നെ ജനങ്ങൾക്ക് എന്തെങ്ങനെ നടപ്പിലാക്കണമെന്ന് നിങ്ങളും വഴിയെ പഠിക്കും. വോട്ട് ചെയ്ത ജനങ്ങളിൽ നിന്നും ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ തമിഴ്നാടിൻ്റെ വികസനം തുടരാൻ ഞാൻ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. നേരത്തെ ദാരിദ്ര്യവും വിശപ്പും എന്താണെന്ന് അറിയാവുന്ന സാധാരണക്കാരനാണ് താനെന്നായിരുന്നു വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. വ്യാജ വാഗ്ദാനങ്ങളിലൂടെ ജനങ്ങളെ വഞ്ചിക്കില്ല, സാധ്യമായ കാര്യങ്ങൾ മാത്രമേ പറയൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു സഹസംവിധായകൻ്റെ മകനായി സിനിമയിൽ വിജയിക്കാൻ ഏറെ പ്രയാസങ്ങൾ നേരിട്ട എനിക്ക് ദാരിദ്ര്യവും വിശപ്പും എന്താണെന്ന് വളരെ നന്നായി അറിയാം. ഞാനൊരു രാജപരമ്പരയിൽ നിന്ന് വരുന്നയാളല്ല. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങളും എന്നെ അതുപോലെ കണ്ടതിനാലാണ് എനിക്ക് സിനിമയിൽ വലിയ സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. ജനങ്ങളോടുള്ള കടപ്പാട് വീട്ടാനാണ് ഞാൻ എല്ലാം വിട്ടൊഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചതിൽ നന്ദി. ഞാനൊരു മിശിഹായല്ല, സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ജോസഫ് വിജയ് എന്ന ഞാൻ എന്നെനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കാരണക്കാരനായത് നിങ്ങളാണ്. വ്യാജ വാഗ്ദാനങ്ങളിലൂടെ ഞാൻ ജനങ്ങളെ വഞ്ചിക്കില്ല. അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് ജനങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾ എനിക്കൊപ്പം നിന്നാൽ എന്തും സാധ്യമാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും വിജയ് പറഞ്ഞു. തമിഴ്നാടിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നും വിജയ് പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ കടം 10 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഖജനാവ് പൂർണ്ണമായും ശൂന്യമായിരിക്കുകയാണ്. വലിയ ഭാരമാണ് സർക്കാരിനുള്ളത്. ഇത്തരം സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷമേ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിയൂ. അത് വിലയിരുത്തിയ ശേഷം ധവളപത്രം ഇറക്കും. ജനങ്ങളോട് യഥാർത്ഥ അവസ്ഥ തുറന്നു പറയുകയും അവിടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സുതാര്യമായ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് എൻ്റെ ആദ്യ ഉത്തരവാദിത്തം എന്നായിരുന്നു വിജയുടെ വാക്കുകൾ.